ഷക്കീനാസ് അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി വചനം ഷെയർ ചെയ്യാൻ തന്ന അവസരം ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, ഇന്ന ദിവസം ഈ വചനം സേവിക്കുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി പ്രാർത്ഥിക്കണമേ അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ ഈശോമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷയോടമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷയോടമേ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നതാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് പറയുന്നു, നിത്യജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവൻ്റെ മേലുണ്ട്. പുത്രന്റെ കൽപ്പനകളും വചനങ്ങളും അനുസരിക്കാത്തവൻ നിത്യജീവൻ ദർശിക്കുകയില്ല എന്ന് മാത്രമല്ല, ദൈവകോപം അവൻ്റെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുക പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ഈശോ പറയുകയാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് എന്ന് പറയുമ്പോൾ വിധിയുടെ ദിവസം, അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ നിരവധിയായ അത്ഭുതങ്ങൾ ഞങ്ങൾ ചെയ്തില്ലേ? പ്രവചന വരമുണ്ടായിരുന്നു, പിശാചുകളെ പുറത്താക്കാനുള്ള വരമുണ്ടായിരുന്നു, നിരവധിയായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരങ്ങളുണ്ടായിരുന്നു. എന്നാൽ യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്നകന്നു പോകുവിൻ. എന്നാൽ എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമ്മൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണില്ല, കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എന്നാൽ എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം ഏത് വചനമാണ്, ഏത് കൽപ്പനയാണ് അനുസരിക്കേണ്ടത്? പ്രധാനമായിട്ടും അനുസരിക്കേണ്ടത് നിത്യജീവൻ അവകാശമാക്കാൻ, സ്വർഗം അവകാശമാക്കാൻ എന്ന് ഈശോയോട് ചോദിച്ചാൽ ഈശോ പറയും, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലൂടെ ഈശോ പറയുമായിരുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. എന്ന് പറയുമ്പോൾ നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടി ഈശോ നമുക്ക് തന്നിരിക്കുന്ന
വളരെ പ്രധാനപ്പെട്ട കൽപ്പനയാണിത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ. യേശു പ്രതിവചിച്ചു, നീ ശരിയായ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. ആ നിയമജ്ഞൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയ്ക്ക് പോകുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിലകപ്പെട്ടു. അവരവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് പ്രകരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്ന് അവനെ കണ്ടെങ്കിലും മറുവശത്തെ കൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവാനും ആ വഴിയെ വന്നെങ്കിലും അവനും കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്ന് അവനെ കണ്ട് മനസ്സരിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും പിഴിഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ച് കെട്ടി തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ധനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഈ കവർച്ചക്കാരുടെ കയ്യിലകപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരായിരുന്നു അയൽക്കാരനായിട്ട് വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുപോലൊരു ധനവാനായ മനുഷ്യൻ യേശുവിനെ സമീപിച്ച് ചോദിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് പറഞ്ഞു, നല്ലവൻ ഒരുവൻ മാത്രം. പ്രമാണങ്ങളെല്ലാം നിനക്കറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം. അവൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ പാലിച്ചിട്ടുണ്ട്. യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാവും. പിന്നെ നീ എന്നെ വന്ന് അനുഗമിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വിസ്മയിച്ചു. കാരണം അവൻ വലിയ ധനികനായിരുന്നു. യേശു അവനോട് പറഞ്ഞു, സമ്പത്തുള്ളവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരം. സമ്പത്തുള്ളവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഇത് കേട്ടവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എന്ന് വെച്ചാൽ യേശുവിനെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്കിങ്ങനെയുള്ള നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാൻ കർത്താവ് തന്നെ ശക്തി തരും. സക്കേവൂസിൻ്റെ ഹൃദയം തുറന്നതുപോലെ. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇതാ ഞങ്ങൾക്കുള്ളവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, സ്വർഗരാജ്യത്തെ പ്രതി വീടിനെയോ ഭാര്യയെയോ സഹോദരങ്ങളെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവർക്കും ഇക്കാലത്ത് തന്നെ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ഒരു ധനവാനെ കുറിച്ച് ഈശോ പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചുമന്നപ്പെട്ടും മൃദുലമായ വസ്ത്രങ്ങൾ ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ദേഹമെല്ലാം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദേവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ട് നരകത്തിൽ പീഡ അനുഭവിക്കുമ്പോൾ അവൻ കണ്ണുകൾ ഉയർത്തി നോക്കി. അകലെ അബ്രാഹത്തെയും അബ്രാഹത്തിൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ എൻ്റെ അടുക്കിലേക്ക് അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്നു പീഡ അനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിന്റെ ജീവിതകാലത്ത് സുഖലോലുപനായിട്ട് ജീവിച്ചു. ലാസറിനോ കഷ്ടതകളും. മാനുഷികമായിട്ട് പറഞ്ഞാൽ ലാസർ ദുരിതം അനുഭവിക്കുന്നവനും ധനവൻ ഭാഗ്യവാനുമാണ്. എന്നാൽ കർത്താവിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ദരിദ്രരേ, നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാ.
ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാകും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. നോക്കുക, ലാസർ ഇത്രമാത്രം കരഞ്ഞു, ഇത്രമാത്രം വേദന അനുഭവിച്ചു. എന്നാൽ ദൈവം മറന്നില്ല. തൻ്റെ ദൂതന്മാരെ അയച്ച് ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ ലാസറിനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ധനികനോ, ഭാഗ്യവാനെന്ന് വിചാരിച്ചിരുന്ന ആ ധനികൻ നരകത്തിൽ പീഡ അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ഒരു ഭോഷനായ ധനികനെ കുറിച്ച് ഈശോ പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത്. അവനൊരു ഉപമയും അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇതെല്ലാം എന്ത് ചെയ്യും? എനിക്കിത് സൂക്ഷിക്കാൻ സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിൽ ഞാൻ എൻ്റെ ധാന്യങ്ങളും വിഭവങ്ങളും സംഭരിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങളും ധാന്യങ്ങളും ഞാൻ സംഭരിച്ചു വെച്ചിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആരുടേതാവും? ഇതുപോലെ ദൈവസന്നദ്ധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെച്ചിരിക്കുന്നവനും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ഈശോ 12-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ പറയാണ്. എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ ചിന്തിക്കേണ്ട. ഇതെല്ലാം വിജാതീയരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, അതോടൊപ്പം ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. ഇതാ, നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരം എന്ന് പറഞ്ഞപ്പോൾ ഒരു ധനവാനെ നോക്കി ഈശോ പറയുകയായിരുന്നു, ഈ ധനവാന്റെ കുടുംബം രക്ഷപ്പെട്ടു. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യേശു ജെരിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരുവനുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്ന് അത് സാധ്യമായിരുന്നില്ല. അവൻ ജനങ്ങൾക്ക് മുമ്പ് ഓടി ഒരു സിക്മോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകായിരുന്നത്. അവിടെ എത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് തിടുക്കത്തിൽ ഇറങ്ങി വന്ന് സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു. ഇത് കണ്ടവർ പിറുപിറുത്തു, ഇവൻ പാവിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കർത്താവേ, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. എന്ന് വെച്ചാൽ 8 ലക്ഷം ദിനാറ സക്കേവൂസിൻ്റെ കയ്യിലുണ്ടായിരുന്നു വിചാരിക്കുക. 4 ലക്ഷം ദിനാറ പാവപ്പെട്ടവർക്ക് കൊടുത്തു. 4 ലക്ഷം ദിനാറ എടുത്തവരുടെ 1/4 ഇരട്ടിയെ തിരിച്ചു കൊടുത്തു. അപ്പോൾ അവൻ്റെ പണമെല്ലാം, എല്ലാ സമ്പത്തെല്ലാം തീർന്നു. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ഈശോ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചുമാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ, നിത്യജീവനെക്കുറിച്ചുള്ള വചനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ധാരാളം പേർ വെറുവിറുത്തു. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചതല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കുകയില്ല. അങ്ങനെ യോഹന്നാൻ സുവിശേഷം 6:66 പറയുന്നു, അങ്ങനെ ധാരാളം ശിഷ്യന്മാർ യേശുവിനെ വിട്ടുപോയി. യേശു 12 പേരോടായിട്ട് ചോദിച്ചു, നിങ്ങളും എന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലേ? ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണ് ഉള്ളത്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ 12 പേരെയല്ലേ തിരഞ്ഞെടുത്തിരിക്കുന്നത്, എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. യൂദാസിനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം യൂദാസ് 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. അവൻ ധനമോഹിയായിരുന്നു. പൗലോസ്ലീഹ എഴുതിയിരിക്കുക, തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ ബദ്ധകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. ദൈവിക മനുഷ്യനായ നീ ഇതിൽ നിന്ന് ഓടിയകരണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കണം. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. വീണ്ടും വചനത്തെക്കുറിച്ച് ഈശോ പറയുക, ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ, ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വാക്കുകൾ, എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രതയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അത് നിബന്ധിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുവിൻ. മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ. മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴാണ്? വിധിയുടെ ദിവസം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളുടെ യേശു പറയാണ്, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടിൽ നിന്ന് വേർതിരിക്കുന്ന പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ തൻ്റെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം വലത്തുവശത്ത് നിൽക്കുന്നോട് രാജാവ് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നോ, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇപ്രകാരം ചോദിക്കും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ വന്ന് സന്ദർശിച്ചത് എപ്പോൾ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഈ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം ഇടത്തുവശത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കും സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവാൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പൊ അവർ ചോദിക്കും, കർത്താവെ, നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എപ്പോൾ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനം ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, മരിച്ചു ഉയർക്കുന്നതിന് മുമ്പ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ, ഞാൻ കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഞാൻ കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. വീണ്ടും ഈശോ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും
സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞുകൊണ്ട് യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ശിഷ്യന്മാർ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നോക്കി നിൽക്കുമ്പോൾ 2 വെള്ളവസ്ത്രം ധരിച്ച ദൈവദൂതന്മാർ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നാം കാണുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. അങ്ങനെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ വന്ന് നിറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. അവരുടെ പ്രസംഗം കേട്ടവരിൽ ആദ്യ ദിവസം തന്നെ 3000-ഓളം പേർ അവരോടുകൂടെ ചേരുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 34-ാം വാക്യം എഴുതിയിരിക്കുകയാണ്, അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം വീടും പറമ്പും സ്വന്തമായിട്ടിരുന്ന എല്ലാവരും വിറ്റ് ആവശ്യാനുസരണം അപ്പോസ്തലന്മാരെ കാൽക്കൽ വെച്ചു. അപ്പോസ്തലന്മാർ ആവശ്യമനുസരിച്ച് എല്ലാവരും വീതിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ യേശു നമ്മോട് പറയാണ്, അതുകൊണ്ട് മക്കളെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. വീണ്ടും ഈശോ പറഞ്ഞു, മത്തായി സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ തൻ്റെ ആത്മാവിന് പകരമായിട്ട് എന്തു കൊടുക്കും? നമ്മൾ ആ വചനം വായിക്കുമ്പോൾ ആ വചനത്തിൻ്റെ അടിക്കുറിപ്പിൽ ഇപ്രകാരം ബൈബിൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവെന്നാൽ ജീവനെന്ന് ഗ്രീക്ക് ഭാഷയിൽ വിവർത്തനം ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിത്യജീവനെ സൂചിപ്പിക്കുന്നു. എങ്കിൽ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും നിത്യജീവൻ നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? നിത്യജീവന് പകരമായിട്ട് എന്ത് കൊടുക്കും? പ്രൈസ് ദി ലോർഡ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒക്ടോബർ മാസത്തിൽ നമ്മുടെ ഡാനിയൽ പൂർണ്ണത്തിലെ അച്ഛൻ റോമിൽ ഒരു 2 ദിവസത്തെ ധ്യാനം നടത്തുന്നത് കേട്ടു. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഗ്രൂപ്പായിട്ട് അമേരിക്കയിൽ നിന്ന് അവിടേക്ക് പോയി. അവിടെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ആ ധ്യാനം 2 ദിവസത്തെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഞങ്ങളെ നയിച്ചു സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക്. അങ്ങനെ അച്ഛൻ്റെ കൂടെ യാത്രയാവാനും ആ കരുണയുടെ വാതിൽ പ്രവേശിക്കാനും സാധിച്ചു. അതിനുശേഷം സന്ത മരിയ എന്ന ദേവാലയത്തിലെ കയറി വരാനുള്ള അനുഗ്രഹം കിട്ടി. അതുപോലെ പൗലോസ്ലീഹയുടെ കല്ലറ ഉള്ള സ്ഥലത്ത് പോയിട്ടും ഞങ്ങൾ അവിടുത്തെ കരുണയുടെ വാതിലിൽ കയറാൻ സാധിച്ചു. വേറെ ഒരു കരുണയുടെ വാതിൽ, അങ്ങനെ 4 കരുണയുടെ വാതിലായിരുന്നു അവിടെ മൊത്തത്തിലുണ്ടായിരുന്നത്. അവിടെ എല്ലാം പോയി ഞങ്ങൾ കൂട്ടമായിട്ട് പോയി പ്രാർത്ഥിക്കാനായിട്ട് വലിയൊരു അനുഗ്രഹമാണ് തന്നത്. അതോടൊപ്പം തന്നെ കുവട്ട്കാട്ട് പിതാവിൻ്റെ കിറപ്പിൽ ഞങ്ങൾ പോയ ഗ്രൂപ്പിന് മുഴുവനും മാർപ്പാപ്പനെ കാണാനുള്ള ഒരു അവസരം കൂടി ആ പിതാവ് ഞങ്ങൾക്ക് ഒരുക്കി തരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു വിശ്വാസത്തിൻ്റെ, വലിയൊരു സ്നേഹത്തിൻ്റെ, വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു യാത്രയായിരുന്നു അത്. അതിന് ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൽ സ്തുതി. ആമേൻ.